കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളായ CPM പ്രവർത്തകർക്ക് ആവശ്യമായ നിയമസഹായം ലഭ്യമാക്കാൻ കാസർഗോഡ് ജില്ലാ നേതൃത്വം രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതായി സൂചന. മുഖ്യപ്രതി പീതാംബരന്റെ കുടുംബാംഗങ്ങളെ നേരിൽ കണ്ട് പൂർണ്ണ പിന്തുണയറിയിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി. കരുണാകരൻ MP ഉൾപ്പെടെയുള്ള നേതാക്കൾ നിയമസഹായം സംബന്ധിച്ചും ഉറപ്പ് നൽകിയതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. പുതുമ ഏരിയയിലെ 3 നേതാക്കളാണ് കഴിഞ്ഞ ദിവസം ബേക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തി വേണ്ട സഹായം ചെയ്തത്. ക്രൈംബ്രാഞ്ച് DYSP ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സമയം ഒഴികെ പ്രതികൾ മുഴുവൻ സമയവും ബേക്കൽ സ്റ്റേഷനിലാണ് ഉള്ളത്. പ്രതികളെ സംരക്ഷിക്കില്ലെന്ന് പാർട്ടി ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഏരിയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ സംരക്ഷണയിലാണ് അറസ്റ്റിലായ A. പീതാംബരനും CJ സജീവ്. ഇടയ്ക്ക് സ്റ്റേഷനിൽ എത്തി നേതാക്കൾ പ്രതികളുമായി സംസാരിക്കുന്നുമുണ്ട്. സംഭവം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ CPM നേതാക്കളുമായി ബന്ധപ്പെട്ട പ്രതികളിൽ ചിലർക്ക് ആവശ്യമായ നിയമോപദേശം നൽകിയിരുന്നു. കേസിലെ 2ാം പ്രതി സജി ജോർജിനെ പോലീസ് മണിക്കൂറുകൾക്കകം കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ മുൻ MLAയുടെ നേതൃത്വത്തിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുകയായിരുന്നു. ഇത് വാർത്തയായതോടെ തൊട്ടടുത്ത ദിവസം അന്വേഷണ സംഘം മുമ്പാകെ ഇയാളെയും മറ്റു പ്രതികളെയും ഹാജരാക്കുകയും ചെയ്തു. മുഖ്യപ്രതി പീതാംബരനെയും CPM ഹാജരാക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. അന്വേഷണ സംഘത്തിന് നൽകേണ്ട മൊഴി സംബന്ധിച്ച പ്രതികൾക്ക് നിയമോപദേശം നൽകിയിരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള കൊലപാതക കേസുകളിൽ CPMന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനുമായി കൂടിയാലോചിച്ച ശേഷമാണ് പ്രതികളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിച്ചത്. പ്രതികളെല്ലാം ഒരേ തരത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതിൽ മുൻ അന്വേഷണ സംഘം ബാഹ്യ ഇടപെടലിന്റെ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇരട്ട കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതിനു പിന്നിൽ പീതാംബരനും സുഹൃത്തുക്കളും മാത്രമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കൊലപാതകം നടന്ന ദിവസം കല്യോട്ടെത്തിയെന്ന് പറയുന്ന കണ്ണൂർ രജിസ്ട്രേഷനിലുള്ള വാഹനം സംബന്ധിച്ച അന്വേഷണം അവസാനിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. ഇത്തരം തെളിവുകൾ പോലീസ് മനഃപൂർവ്വം അവഗണിക്കുകയാണെന്നും പരാതിയുണ്ട്. കേസ് അന്വേഷണം തെറ്റായ ദിശയിൽ വഴിതിരിച്ചു വിടുകയാണെന്നും അറസ്റ്റിലായവർ ശരിയായ പ്രതികളാണെന്നും സംശയമുണ്ടെന്നും K. സുധാകരൻ അഭിപ്രായപ്പെട്ടിരുന്നു. അതേസമയം പെരിയ ഇരട്ട കൊലപാതകം ഇന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. CBI അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെയും കൊല്ലപ്പെട്ടവരുടെയും വീട്ടുകാരുടെയും ആവശ്യം. പാർട്ടി അറിഞ്ഞല്ല കൊല നടത്തിയതെന്നും പീതാംബരനുമായുള്ള പ്രശ്നങ്ങളാണ് കൊലയിൽ അവസാനിച്ചതെന്നുമാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇരട്ട കൊലപാതകത്തിലെ പ്രതികളെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് CPM ആവർത്തിച്ചു പറയുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം നടക്കുന്നതും അതുതന്നെ. നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒന്ന് മാത്രമായി കൃപേഷും ശരത് ലാലും ഒതുങ്ങും. അപ്പോഴും ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് പാർട്ടി സംരക്ഷണയിൽ പ്രതികൾ ജീവിക്കും. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.